നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഡിഫെൻഡിങ് അല്ല പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് എ ഡിഫെൻഡിങ് പ്രോബ്ലം. ഡിഫെൻഡിങ്ങിലല്ല പ്രോബ്ലം, അറ്റാക്കിങ്ങിലല്ല പ്രോബ്ലം. മറിച്ച് ടീം എന്ന നിലയിലാണ് നമ്മൾ പരാജയപ്പെട്ടത്. ടീം ഒരുമിച്ചാണ് തോറ്റത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം ചിലരെങ്കിലും പറയുന്നില്ലേ, കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിങ്ങിൽ ശ്രദ്ധിച്ചപ്പോൾ ഡിഫൻസ് വളരെ മോശമായി പോയി, അങ്ങനെ ഡിഫൻസാണ് കളി തോൽപ്പിച്ചത്, ഇങ്ങനെയൊക്കെ വിലയിരുത്തുന്നവരുണ്ട്. പക്ഷേ കോച്ച് ടി ജി പുരുഷോത്തമൻ അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മളൊരു ടീം എന്ന നിലയിലാണ് തോറ്റത്. നമ്മൾ വിജയിക്കുമ്പോൾ ടീം എന്ന നിലയിലാണ് വിജയിക്കുന്നത്, തോൽക്കുമ്പോൾ ടീം എന്ന നിലയിലാണ് തോൽക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക പൊസിഷൻ വെച്ചിട്ടല്ല, ഡിഫെൻഡിങ്ങോ അറ്റാക്കിങ്ങോ അല്ല പ്രശ്നം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്തിരുന്നു, തുടക്കത്തിലൊക്കെ വളരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു, പിന്നെ കളി കൈവിട്ടു പോവുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഒരു ടീം വർക്കായിരുന്നു അത്. പക്ഷെ പ്രശ്നം വന്നത് ആ ഒരു അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല, കൺവേർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ചില ഘട്ടങ്ങളിൽ നമ്മൾ വിജയത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. അത് ക്വാളിറ്റി സ്ട്രൈക്കേഴ്സ് അവരുടെ നിരയിലുണ്ട്, അവർ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ്. സോ അതൊരു ഡിഫെൻസീവ് മിസ്റ്റേക്ക് അല്ല, അല്ലെങ്കിൽ ഡിഫെൻസീവ് ലാപ്സ് അല്ല, ആ രൂപത്തിൽ അതിനെ കാണേണ്ടതില്ല. നമ്മൾ മത്സരം വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോയത്. ഇത് ചില മത്സരങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സോ നമ്മൾ തോൽക്കുമ്പോൾ വി ലൂസ് ആസ് എ ടീം, ആൻഡ് ഇഫ് വി വിൻ ആസ് എ ടീം. ഇത് ഡിഫെൻഡിങ് പ്രോബ്ലമോ അല്ലെങ്കിൽ അറ്റാക്കിംഗ് പ്രോബ്ലമോ അല്ല. ഈ ലോസ് എന്ന് പറയുന്നത് ടീം ഒരുമിച്ച് തോറ്റതാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ഹോപ്പ്ഫുള്ളി നമുക്ക് തിരികെ വരാൻ പറ്റും, വരും മത്സരങ്ങളിൽ കൂടുതൽ ശക്തരായിട്ട് തിരികെ വരാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ടീമിൻ്റെ ഒരു പ്ലാൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കിയ അവസരങ്ങൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുമാത്രമാണ് പ്രശ്നമായത്. നമുക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു, പക്ഷെ നമ്മളത് മിസ് ചെയ്തു. അവർക്ക് കുറച്ചുകൂടി മികച്ച രൂപത്തിൽ അവസരങ്ങൾ അവർ കൺവേർട്ട് ചെയ്തു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് ഫിനിഷ് ചെയ്യാനുണ്ട്, ആ ചാൻസസ് അവർ ഫിനിഷ് ചെയ്തു. സോ കൺഗ്രാജുലേഷൻ ടു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫോർ പ്ലേയിങ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ എന്നാണ് TGP പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.